ഉറിയിൽ നിന്ന് തത്സമയം ബൽറാം നെടുങ്ങാടിയുണ്ട്. ബൽറാം, ഉറിയിൽ നമുക്കറിയാം വലിയ തോതിൽ ഷെല്ലാക്രമണം നടക്കുന്ന ഇടമാണ്. അവിടെയാണ് ഒരു സ്ത്രീക്ക് മരണം സംഭവിച്ചത്. അവർ കാറിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് കുടുംബാംഗങ്ങൾക്ക് പരുക്കേറ്റിട്ടുണ്ട്. ആ തരത്തിലേക്കൊക്കെ വലിയ ഭീതി നിലനിൽക്കുന്ന ഇടം കൂടിയാണ്. എന്താണ് അവിടെ കാണാൻ കഴിയുന്ന കാഴ്ചകൾ ബൽറാം? അനുജ, ഞാനിപ്പോഴുള്ളത് ഉറിയിലെ ഗിങ്കൽ എന്ന പ്രദേശത്താണ്. ഇത് ഒരു ചെറിയ ജനവാസ മേഖലയാണ്, ഒരു ചെറിയ ഗ്രാമമാണ്. 10-20 വീടുകൾ മാത്രമുള്ള മനോഹരമായ ഒരു താഴ്വരയിലുള്ള ഒരു വീടാണ് ഇത്. ഇവിടെ ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ ഒരു ഷെൽ പതിച്ചിരിക്കുന്നത്. അനുജ, അതിർത്തിയിൽ നിന്നും നിയന്ത്രണ രേഖയിൽ നിന്നും ഏറെ അകലമുണ്ട് ഈ പ്രദേശം. ആകാശമാർഗം ഏതാണ്ട് 3 കിലോമീറ്ററിലേറെയുണ്ട്. അനുജ, ഈ ഒരു കുഴി എന്നുള്ളത് ഇന്നലെ രാത്രി ഷെൽ പതിച്ചുണ്ടായത് വളരെ മനോഹരമായ പരമ്പരാഗത ഈ കശ്മീരി രീതിയിലുണ്ടാക്കിയ ഒരു പഴയ കെട്ടിടമാണ് ഈ വീട്. ഈ വീടിൻ്റെ അടിത്തറ പാടെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഒരു വശത്ത് ഈ ഷെല്ലാക്രമണത്തിൽ. നമുക്ക് കാണാം ഈ വീടിൻ്റെ ചില്ലുകൾ ഒന്നുപോലും അവശേഷിക്കുന്നില്ല. മുകൾ നിലയിലും ചില്ലുകൾ ഒന്നും തന്നെ അവശേഷിക്കാതെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. രാത്രി 9 മണിയോടെയാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ് ഈ വീട്ടുകാർ പറയുന്നത്. ഈ വീട്ടുകാർ തന്നെ നമ്മളോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കും. कितने बजे हुआ है? तकरीबन 9-10 बजे। आप सब घर में था? जी जी, खाना खा बच्चों को खिलाया तो हम अब सोने वाले थे। तो तब तक फायरिंग होगी तो बच्ची रोने लगी तो मैं बाहर निकला तो इधर पड़ गया गोला सामने। किसी को इंजरी कुछ? नहीं, हम भाग गए फिर। लेकिन घर तो पूरा जी, घर तो बिल्कुल कुछ नहीं निकाला, उधर आपने देखा बिल्कुल। तो आप क्या करेगा? इधर से शिफ्ट कर रहे हैं? जी जी, शिफ्ट कर रहे हैं। अब कहाँ रात को भाग गए? किसी के घर में इसी तरह रुके हैं हम। आसपास में या नहीं, उधर बारामूला साइड में 2-4 किलोमीटर दूर, 5 किलोमीटर दूर गए हैं ये बारामूला साइड में जी। ये रात ही को शिफ्ट हो गया क्योंकि बच्चे छोटे, उनका चीखना चिल्लाना शुरू हो गया तो डर गए बहुत। और बुजुर्ग माँ भी थी इसको, तो भाई दूसरे भाई के बच्चे भी थे तो उनको लेके चले गए। आधी फैमिली शेरी में, आधी ये इधर पालीपुरा साइड में चले गए। इधर आसपास में और कोई अटैक हुआ है? आसपास में ऐसे सब तकरीबन हमारे गिंगल के जो गांव है इसमें तकरीबन ऐसे इंसिडेंट हैं बहुत सारे, एक नहीं लगभग 20 के करीब होंगे जी। मतलब इधर से सारे लोग? हाँ, सारे लोग तकरीबन पलायन कर गए हैं यहाँ से सारे लोग। मैक्सिमम कोई बुजुर्ग रह गए हैं घर में, एक दो बंदे रह गए हैं मैक्सिमम। कई घरों में एक भी नहीं है, कोई भी नहीं है जी। അനുജ, ഈ ചെറിയ ഗ്രാമത്തിൽ ഏതാണ്ട് 20 ആക്രമണങ്ങളാണ് ഇന്നലെ രാത്രി മാത്രം ഉണ്ടായിരിക്കുന്നത്. അത്രത്തോളം കടുത്ത രീതിയിലുള്ള നടപടിയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അനുജ, ഈ ദൃശ്യങ്ങളിൽ കാണാം വീട് നമുക്ക് ഏതാണ്ട് ഇനി ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ അതിൻ്റെ അടിത്തറ തകർന്നിരിക്കുന്നു, ഒരു വശം തകർന്നിരിക്കുന്നു, ചുവരുകൾ മുഴുവനായി വിണ്ടുകീറിയിട്ടുണ്ട്. സമീപത്തെ വീടുകളിലേക്ക് പോലും ഈ ഷെല്ലിൻ്റെ ചീളുകൾ പതിച്ചിട്ടുണ്ട്. ഇദ്ദേഹം പറയുന്നത് ഇവർ എല്ലാവരും തന്നെ ഈ സംഭവം ഉണ്ടായത് 9 മണിക്കാണ്. കഴിഞ്ഞ 2 ദിവസം രാത്രിയിലും 2 മണിക്ക് ശേഷമായിരുന്നു ആക്രമണം ഉണ്ടായതെങ്കിൽ ഇന്നലെ 7:30യോടെ തന്നെ ഈ ഭാഗങ്ങളിൽ ആക്രമണം പാകിസ്ഥാൻ ആരംഭിച്ചിരുന്നു. തുടർന്ന് രാത്രി തന്നെ ഇവർ ഈ കുടുംബത്തിൽ രണ്ടായി, പകുതി പേർ ഒരു ബന്ധുവീട്ടിലേക്ക്, പകുതി പേർ മറ്റൊരു ബന്ധുവീട്ടിലേക്ക് മാറി. കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെയുള്ള ഒരു കുടുംബമാണ് ഇവിടെ താമസിച്ചിരുന്നത്. അവർ ഈ വീടൊഴിഞ്ഞു പോയിരിക്കുകയാണ്. ഈ ഗ്രാമം ഏതാണ്ട് വിജനമായ അവസ്ഥയാണ്. പാകിസ്ഥാന്റെ ഇത്തരത്തിൽ മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങളെ തുടർന്ന് ഇന്ത്യൻ സൈന്യത്തിന് നേരെ ആക്രമിച്ചാൽ അത് പ്രതിരോധിക്കുമെന്നും കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും എന്നും പാകിസ്ഥാൻ സൈന്യത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ പരമാവധി ആൾനാശം, ഇന്ത്യക്കാരെ പരമാവധി ആൾനാശം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സാധാരണക്കാരായ നിരായുധരായ മനുഷ്യർക്കെതിരെ, സാധാരണ ഗ്രാമവാസികൾക്കെതിരെ അതിർത്തി ഗ്രാമങ്ങളിൽ ഇത്തരത്തിലുള്ള അതിക്രമം പാകിസ്ഥാൻ തുടർച്ചയായി ആവർത്തിക്കുന്നത്. ഈ 3 രാത്രിയിലും ഉറി മേഖലയിൽ ഇത് തന്നെയാണ് കണ്ടത്. ഉറിയിൽ ഇന്ന് രാവിലെ പോലും നേരം വെളുത്ത ശേഷം പോലും പാകിസ്ഥാന്റെ ഷെല്ലുകൾ വന്ന് പതിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു നടപടി പാകിസ്ഥാൻ ആവർത്തിക്കുകയാണ്. കനത്ത പ്രഹരം ഇന്ത്യ പാകിസ്ഥാന്റെ നഗരങ്ങളിൽ ഇസ്ലാമാബാദിലും കറാച്ചിയിലും മറ്റും ഏൽപ്പിച്ചെങ്കിൽ പോലും പാകിസ്ഥാൻ സൈന്യം അതിർത്തി മേഖലയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഈ അതിക്രമങ്ങൾ തുടരുകയാണ്. തുടർച്ചയായി ഇന്ത്യൻ പോസ്റ്റുകൾക്കല്ല, പകരം അതിർത്തി ഗ്രാമങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രകോപനത്തിന് തക്കതായ തിരിച്ചടി നൽകുമെന്ന് സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അനുജ.
അതാണ് ഉറിയിൽ നിന്നുള്ള തത്സമയ കാഴ്ചകളാണ് ബൽറാം നെടുങ്ങാടി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അവിടെ കനത്ത ഷെല്ലിംഗ് നടന്ന ഇടം കൂടിയാണ്. ഒരു സ്ത്രീക്ക് ജീവഹാനി സംഭവിച്ച ഇടമാണ്. അവിടെ നിന്ന് ആളുകൾ പലായനം ചെയ്തു പോയിരിക്കുന്നു. ജീവനിൽ ഭയമുള്ളവരാണ് എല്ലാ ആളുകളും. അവർ അവിടെ നിന്ന് പേടിച്ച് ഇപ്പോൾ വളരെ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രം, വളരെ ചുരുക്കം ആളുകൾ മാത്രമേ അവിടെ ഉള്ളൂ എന്നുള്ളത്. ബാക്കിയുള്ള ആളുകൾ മുഴുവൻ അവിടെ നിന്ന് പോയിട്ടുണ്ട് മറ്റിടങ്ങളിലേക്ക് എന്നുള്ളതാണ്. ഉറി എന്നുള്ളത് ഏറ്റവും അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഇടം കൂടിയാണ്. സ്ഥിരമായി ആക്രമണമൊക്കെ ഉണ്ടാകുന്ന ഇടവുമാണ്. അവിടെ നിന്നാണ് ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ നൽകിയത്.